മൃഗഡോക്ടർമാരടക്കമുള്ള സംഘം ഇപ്പോഴും സ്ഥലത്ത് തുടരുകയാണോ? സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? വനംവകുപ്പിന്റെ ഒരു സംഘം RRT സംഘമാണ് ഇപ്പോൾ ആനയെ നിരീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഡോക്ടർ അരുൺ സക്രിയ, അതോടൊപ്പം തന്നെ വാഴച്ചാൽ DFO ഇവരൊക്കെ തന്നെ ബേസ് ക്യാമ്പ് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. അവരെപ്പോഴാണ് ഈ അനുകൂലമായ സ്ഥലത്തേക്ക് ആനയെത്തുന്നത് അപ്പോൾ ഈ ട്രാക്കിംഗ് ടീം ആനയെ നിരീക്ഷിക്കും. അതായത് ഈ വയനാട് സംഘത്തിന്റെ ഒരു പ്രത്യേകത, അവർക്കൊരു പ്രത്യേക ട്രാക്കിംഗ് ടീമുണ്ട്. ആ ടീമായിരിക്കും ആനയെ നിരീക്ഷിക്കുക. ആ സംഘം ആനയെ നിരീക്ഷിച്ച് അനുയോജ്യമായ സ്ഥലത്തെത്തുമ്പോൾ സ്വാഭാവികമായും ഡോക്ടർ അരുൺ സക്രിയ വരാറും അത്തരത്തിൽ അദ്ദേഹം മൈക്കൂടി വെക്കാറുമാണ് സാധാരണ ഉണ്ടാകാറ്. ഈ ദൗത്യത്തിലും അങ്ങനെ തന്നെയാണ്. ട്രാക്കിംഗ് ടീം, വയനാട്ടിൽ നിന്ന് വന്ന ട്രാക്കിംഗ് ടീം അടക്കം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. അവർ ആനയുടെ കൂടെ തന്നെ എന്ന് പറയാം. അതായത് കൺമുന്നിൽ നിന്ന് ആനയെ മാറാൻ അനുവദിക്കാതെ തന്നെ അവർ ഈ ആനയ്ക്കൊപ്പമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എപ്പോഴാണ് അനുകൂലമായ സ്ഥലം എത്തുക എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ വച്ച് പിന്നീട് ഈ ദൗത്യം നടത്തുക എന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ പലപ്പോഴും ഈ ആനയുടെ സഞ്ചാര പാതയൊക്കെ അനുസരിച്ച് ഒരു പ്രദേശം സ്വാഭാവികമായും നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. ആ അനുയോജ്യമായ സ്ഥലത്തിലേക്ക് ആനയെ എത്തുമ്പോൾ അതിന് അവിടെ വെച്ച് മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് സാധാരണ ദൗത്യങ്ങളിലൊക്കെ നമ്മൾ കാണാറ്. ഈ ഒന്നോ രണ്ടോ അതിലധികമോ സ്ഥലങ്ങൾ, ഈ മയക്കുവെടി വെക്കാൻ അനുകൂലമായ സ്ഥലങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തും. അവിടേക്ക് ആന എത്തുന്ന സമയത്ത് സ്വാഭാവികമായും മയക്കുവെടി വെക്കുകയും ഈ ദൗത്യം നടത്തുകയും ചെയ്യുക. പ്രധാനമായും ഒരു സമനിരപ്പുള്ള പ്രദേശമാകണം. അതോടൊപ്പം തന്നെ വാഹന സൗകര്യം വേണം. വെള്ളത്തിന്റെ ലഭ്യത, അതായത് ഈ പുഴ അടുത്തുണ്ടാകാൻ പാടില്ലെങ്കിൽ തന്നെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആനയെ തണുപ്പിക്കാനായി വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഏതെങ്കിലും അത്തരത്തിൽ വെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി വേണം. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥലത്താണ് വയ്ക്കുക. സ്വാഭാവികമായും മയക്കുവെടി വെച്ചാൽ ഏകദേശം 500 മീറ്ററിലധികം ആന ഓടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ 500 മീറ്റർ പരിധിയിൽ പുഴ അല്ലെങ്കിൽ കുളം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഒഴിവാക്കും. അതേസമയം തന്നെ മയക്കുവെടി വച്ച് കഴിഞ്ഞാൽ പിന്നീട് വെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണോ, അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും മയക്കുവെടി വയ്ക്കുക. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സാധാരണ ഒരു ആനയ്ക്ക് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ദൗത്യ സംഘം നോക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവശനായ ഒരു ആനയാകുമ്പോൾ അതിൻ്റെ കാഠിന്യം കൂടും, കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. സ്വാഭാവികമായും ഈ മരുന്നിൻ്റെ അടക്കം കാര്യങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ, അതായത് ഒരു തവണ മയക്കുവെടി വെച്ചതാണ് വീണ്ടും മയക്കുവെടി വെക്കുകയാണ്. അത്തരത്തിലുള്ള പരമാവധി പല വെല്ലുവിളികളുമുണ്ട്. അതൊക്കെ ദൗത്യത്തെ ദുഷ്കരമാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആനയെ ട്രാക്ക് ചെയ്തു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഇത്ര നേരത്തെ തന്നെ ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. 7 മണിയായപ്പോഴേക്കും ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രധാനമായും ആന അനുയോജ്യമായ സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് ആണ് ഉള്ളത്. അത് ഒരു വെയിലാകുന്നതിന് മുൻപ് വലിയ സാഹസിക ദൗത്യം എന്ന് തന്നെ പറയാം. പക്ഷെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൗത്യം, അത് ജീവൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് അതിലേറെ വെല്ലുവിളിയായി മാറുന്നൊരു ഘട്ടമാണ്. വനവകുപ്പിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഏതൊക്കെ കുങ്കിയാനകളാണുള്ളത്, അവയെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ മയക്കുവെടി വെച്ച ശേഷം കുങ്കിയാനകളെ കൊണ്ട് ഇതിനെ വാഹനത്തിൽ കയറ്റുക എന്നതൊക്കെ അതിൻ്റെ ആരോഗ്യസ്ഥിതി വെച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമാണ്. അവിടെ വച്ച് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു ചികിത്സ നൽകാൻ കൂടി വനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഒരു പ്ലാൻ? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ആനയുടെ അടുത്ത്, ഈ പരിക്കേറ്റ ആനയുടെ അടുത്ത് ഡോക്ടർ അരുൺ സക്രിയ എത്തിയിരിക്കുന്നു. ഡോക്ടർ അരുൺ സക്രിയ അടങ്ങുന്ന സംഘം ഇപ്പോൾ ആനയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ആനയെ കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റുകയാണെങ്കിൽ ആനയെ അവിടെ വെച്ച് മയക്കുവെടി വയ്ക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഈ ഭാഗത്ത്, പ്ലാന്റേഷൻ ഭാഗത്ത് നിന്ന് തൊട്ടടുത്ത് പുഴയാണ്. പുഴയിൽ നിന്ന് കുറച്ചുകൂടി ആന മുകളിലേക്ക് കയറിയിട്ടുണ്ട്. യാർഡിൻ്റെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. യാർഡിൻ്റെ ഭാഗത്ത് നിന്ന് കയറി ഇപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ്, അവിടെ നിന്ന് കുറച്ച് മാറിയാണ് ഈ ദൗത്യസംഘം നിന്നിരുന്നത്. ആ ദൗത്യസംഘം ഇപ്പോൾ ആനയുടെ അടുത്തേക്ക്, ഈ പരിക്കേറ്റ ആനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയുടെ ഇനിയിപ്പോൾ അടുത്ത നടപടി, ആനയെ നിരീക്ഷിച്ച ശേഷം ഇപ്പോൾ മയക്കുവെടി വയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഡോക്ടർ അരുൺ സക്രിയ ആനയെ മയക്കുവെടി വെക്കുകയുള്ളൂ. ആനയെ മയക്കുവെടി വെച്ച് അതിനുശേഷം കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി വാഹനത്തിലേക്ക് കയറ്റുകയാണ് പ്രധാനമായും ചെയ്യുക. നിലവിലത്തെ സാഹചര്യത്തിൽ ആന ഇപ്പോൾ പ്ലാന്റേഷൻ തോട്ടത്തിലാണ്
അകത്താണ്, എണ്ണപ്പനത്തോട്ടത്തിനകത്താണ് ഉള്ളത്. ആനയെ പക്ഷേ ഇതുവരേക്കും മയക്കുവെടി വെച്ചിട്ടില്ല. നിലവിൽ 6 മണി മുതൽ തന്നെ ഈ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി കൊണ്ട് ദൗത്യസംഘം നിലയുറപ്പിച്ചിരിക്കുകയാണ്. 5 മണിയോടുകൂടി ഡോക്ടർ അരുൺ സക്രി അടങ്ങുന്ന സംഘം എവിടേക്ക് എത്തുകയും പിന്നീട് ഈ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതായത് അവരുടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയും DFO പ്രധാന ഘടകമായി പറഞ്ഞിരുന്നത് ആന ഇത്രയും അവശനാണ്, മുറിവ് കാര്യമായി തന്നെ സാരമായി തന്നെ ഉണ്ട്, പക്ഷെ അപ്പോഴും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നതൊരു ആശ്വാസമായി DFO അടക്കം പറഞ്ഞിരുന്നു. ഇപ്പോഴും ആന ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ആന ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ പ്രശ്നമെന്ന് പറയുന്നത് ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആനയുടെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസം ചെല്ലുന്തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഡോക്ടർമാരടങ്ങുന്ന സംഘം നിരീക്ഷിച്ച ശേഷം പറഞ്ഞത്. അതായത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെയേറെ മാറ്റങ്ങൾ ആനയുടെ ശരീരപ്രകൃതിക്ക് വന്നിട്ടുണ്ട്. വീണ്ടും മയക്കുവെടി വെച്ച് കൊണ്ടുപോകുമ്പോൾ ആനയുടെ ജീവന് തന്നെ ഒരുപക്ഷെ അത് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനയെ പിടികൂടി ഈ ചികിത്സയ്ക്ക് അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. വെച്ചോ, മയക്കുവെടി വെക്കാനായി പോവുകയാണ്. അതായത് മയക്കുവെടി വെക്കാനായി ഡോക്ടർ അരുൺ സക്രിയയും സംഘവും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മയക്കുവെടി വെക്കുന്ന നിർണായക വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതായത് ഈ ആനയെ കൃത്യമായി അരുൺ സക്രി അടങ്ങുന്ന സംഘം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആനയെ ലൊക്കേറ്റ് ചെയ്തു. അതിനുശേഷം ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് മയക്കുവെടി വെക്കുകയാണ്. അതിനുവേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആനയെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് മയക്കുവെടി വെക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വരാം. അതായത് മയക്കുവെടി വെച്ചാൽ എത്രത്തോളം ആനയ്ക്ക് താങ്ങാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഡോക്ടർ അരുൺ സക്രിയ അടങ്ങുന്ന സംഘത്തിന് സംശയമുണ്ടായിരുന്നു. ആ സംശയത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു മയക്കുവെടി വെച്ച് ഏകദേശം 1 മാസത്തോളം ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മയക്കുവെടി വെക്കാനുള്ള എല്ലാ അതിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ലിഷോ, ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവുകയായിരുന്നു. ഉദ്യോഗസ്ഥരെ കാണുന്നുണ്ട്, ഒരു സംഘത്തെ അല്ലെ അവിടെ കാണുന്നുണ്ട്. ഏത് നിമിഷവും മയക്കുവെടി വെക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ വളരെ സങ്കീർണമായ ഒരു ദൗത്യം തന്നെയാണ്. അത് എത്രത്തോളം വിജയകരമാകുമെന്ന് ഉറപ്പിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. പക്ഷേ ഒരു ജീവനെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമാണ് നമ്മുടെ വനവകുപ്പ് നടത്തുന്നത്.